ഉപഭോക്താക്കൾക്കൊട്ടേറെ ആനുകൂല്യങ്ങളുമായി ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്. വ്യക്തിഗതവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് ഗുണകരമാവുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം ജനുവരി 25-ന് മനുഷ്യരിയിൽ നടക്കുമെന്ന് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാഷണൽ ലെവലിലുള്ള ഏജൻസികളുടെ അംഗീകാരം ലഭിച്ചവർക്ക് മാത്രമേ ഈ സൗകര്യം ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓഫർ ചെയ്യാവുന്ന തലത്തിലേക്ക് ബാങ്ക് വളർന്നിരിക്കുന്നു. ബാങ്കിന് ഈ ഏജൻസികൾ അംഗീകരിച്ചുവെങ്കിൽ ബാങ്കിങ് പ്രവർത്തനത്തിലും ബാങ്കിങ് സുരക്ഷയുടെ മേഖലയിലും ഒറ്റപ്പാലം അർബൻ ബാങ്ക് നാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിന് അംഗീകാരം കിട്ടുന്നത്. മുൻപ് കിട്ടാതിരുന്നത് അത്തരം കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ അതിലേക്ക് എത്തിയിരിക്കുന്നു. സോ അങ്ങനെ നമ്മൾ വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഫെസിലിറ്റി ആർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം? നമ്മുടെ സാധാരണ കസ്റ്റമേഴ്സിന് എൻജോയ് ചെയ്യണം. അതിനാണ് ഇത് നമ്മൾ പുതിയ പുതിയ മേഖലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ 2 തരത്തിലാണ്. 3 കിലോവാട്ട് വരെയും 5 കിലോവാട്ട് വരെയുമുള്ള 2 പദ്ധതിയായിട്ടാണ്. 3 കിലോവാട്ടിന് 9.5%, 5 കിലോവാട്ടിനുള്ളതിന് 9.25% തീരുമാനിച്ചിരിക്കുന്നത്. EMI നിരക്കിലാണ് വരുന്നത്. സാധാരണഗതിയിൽ കുടിശ്ശിക നിവാരണ ആശ്വാസ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിലെ 10% തിരിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് ഒറ്റപ്പാലം അർബൻ ബാങ്ക് തുടക്കം കുറിക്കുന്നത്. അവിവാഹിതരായ പെൺകുട്ടികളുടെ കുടുംബത്തിന് ആശ്വാസമാകുന്ന മംഗല്യനിധി, ബാങ്ക് ഇടപാടുകാർക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ പദ്ധതി, ഊർജ്ജ ഉൽപാദനത്തിന് ഉണർവ് നൽകുന്ന സോളാർ പദ്ധതി, വ്യാപാര സ്ഥാപനങ്ങളിൽ ഇളവ് ലഭിക്കുന്ന പ്രിവിലേജ് കാർഡ് പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതി എന്നിവയാണ് ഉപഭോക്താക്കൾക്കായി അർബൻ ബാങ്ക് നടപ്പിലാക്കുന്നത്. കൂടാതെ ഗൂഗിൾ പേ, ATM, UPI സംവിധാനങ്ങൾ, IMPS, RTGS, NEFT തുടങ്ങിയ ആധുനിക ഇടപാട് സംവിധാനങ്ങളുടെ ഉദ്ഘാടനവും 25-ന് നടക്കും. ഉദ്ഘാടന ദിവസം സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്നും യു രാജഗോപാൽ പറഞ്ഞു. വൈസ് ചെയർമാൻ KN ശിവദാസൻ, MD ഡോക്ടർ M രാമനുണ്ണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.